ഒന്നും രണ്ടുമല്ല 180 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ആക്രമിച്ച് വീട്ടിലിരിക്കാം എന്ന് കരുതിയ മുഹമ്മദ് അയാസിന്റെ വീടിന്റെ പൊടി പോലുമില്ലാതെ ബുൾഡോസർ പൊളിച്ചു നീക്കി. അഴിമതിക്കും ആക്രമണത്തിനും ബുൾഡോസർ എവിടെയാലും ഉരുണ്ടിരിക്കും എന്ന യോഗിയുടെ നയം മഹാരാഷ്ട്രയിലും ആവർത്തിക്കുകയാണ്. 180 പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ആക്രമിച്ച കേസിൽ മഹാരാഷ്ട്രയിലെ ഒരു ഗുണ്ടയുടെ വീടിന് പുറത്ത് JCB ഉരുട്ടി ഒരു നില വീടിന്റെ അനധികൃത ഭാഗങ്ങൾ ഇടിച്ചു നിരത്തി. അമരാവതി ജില്ലയിലെ പരത്വാദ നഗരത്തിൽ താമസിക്കുന്ന മുഹമ്മദ് അയാസ് എന്ന തൻവീറിനെതിരെ ലൈംഗിക അതിക്രമം, ലൈംഗിക പീഡനം, അശ്ലീല വീഡിയോകൾ പകർത്തൽ ഈ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഈ വീഡിയോകളിൽ 1-ാം നിലയിലേക്ക് പ്രവേശിക്കുന്നതിന് വീടിന് പുറത്ത് നിർമ്മിച്ച ഇരുമ്പ് പടിക്കെട്ട് ഒരു JCB പൊളിക്കുന്നത് കാണാം. അച്ചൽപൂർ മുനിസിപ്പൽ കൗൺസിലിൽ നിന്നുള്ള ഒരു സംഘമാണ് പ്രതിയുടെ വീട്ടിലെ അനധികൃത നിർമ്മാണത്തിനെതിരെ നടപടി സ്വീകരിച്ചത്. ഭരണകൂടത്തിന്റെ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കാൻ BJP MLA പ്രവീൺ തയ്യാറെ സന്നിഹിതനായിരുന്നു. കയ്യേറ്റം സംബന്ധിച്ച അയാസിന്റെ കുടുംബത്തിന് മുനിസിപ്പൽ കോർപ്പറേഷൻ ഇതിനകം നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. പരിസരത്ത് പുറത്ത് കനത്ത പോലീസ് സേനയെ വിന്യസിച്ചിരുന്നു. മഹാരാഷ്ട്ര ലൈംഗിക അതിക്രമ കേസിനെ കുറിച്ചുള്ള എല്ലാ പെൺകുട്ടികളെയും പ്രണയക്കെണിയിലേക്ക് വശീകരിച്ച് മുംബൈയിലേക്കും അതിനുശേഷം പൂനെയിലേക്കും കൊണ്ടുപോയി 380ഓളം അശ്ലീല വീഡിയോകൾ ചിത്രീകരിച്ചു എന്ന ആരോപിച്ച 19കാരനായ മുഹമ്മദ് അയാസിനെ ശനിയാഴ്ചയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടികളെ ബ്ലാക്ക്മെയിൽ ചെയ്യുക, വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കുക, അതിനൊക്കെ ഈ വീഡിയോകൾ ഉപയോഗിച്ചതായിട്ടാണ് ആരോപിക്കപ്പെടുന്നത്. അയാസ് ഉൾപ്പെടുന്ന ചില ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. തുടർന്ന് അയാളുടെ അറസ്റ്റ് ആയിരുന്നു എന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു BJP MPയുടെ പരാതിയെ തുടർന്നാണ് പോലീസ് നടപടിയും സ്വീകരിച്ചത്. വാട്സ്ആപ്പ്, സ്നാപ്ചാറ്റ് ഗ്രൂപ്പുകളിലൂടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ആസൂത്രിതമായി ലക്ഷ്യം വച്ചിരുന്നു എന്ന് രാജ്യസഭാ MP അനിൽ ബോണ്ടെ പോലീസ് സൂപ്രണ്ട് വിശാൽ ആനന്ദിന് സമർപ്പിച്ച മെമ്മോറാണ്ടത്തിൽ പറയുന്നു. മുഹമ്മദ് അയാസ് ഇതിനു മുൻപ് AIMIMന്റെ ഭാരവാഹിയെ സേവനം അനുഷ്ഠിച്ചിരുന്നു എന്ന ഒരു അഭിപ്രായവും ഉയരുന്നുണ്ട്. അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട വീഡിയോകളിലും ഫോട്ടോകളിലും AIMന്റെ അമരാവതി പ്രസിഡന്റ് ഹാജി ഇർഫാൻ ഖാനിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു കത്ത് ലഭിക്കുന്നതായും അതുപോലെ പാർട്ടിയുടെ റാലികളിൽ സോഷ്യൽ മീഡിയ റീലുകൾ റെക്കോർഡ് ചെയ്യുന്നതായും ഒരു സംശയമുണ്ട്. കേസ് പുറത്തു വന്നതിന് ശേഷം അത്തരം നിരവധി വീഡിയോകൾ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. AIMIM പ്രതികളിൽ നിന്ന് ഡിസ്റ്റൻസ് ഇട്ടു എന്നും മുഹമ്മദ് അയാസിന് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അമരാവതിയിലെ AIMIM ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുജീബ് പറയുന്നു. അച്ചൽപൂർ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പാർട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തം അയാൾക്ക് നൽകിയിരുന്നു എന്നത് ശരിയാണ്. എന്നാലും അദ്ദേഹം ആ ചുമതലകൾ ഫലപ്രദമായി നിർവഹിക്കുന്നതിന് പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് അവസാനിച്ച ഉടൻ തന്നെ ഒരു ഔദ്യോഗിക കത്ത് നൽകി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നാണ് ഇവർ നൽകുന്ന ന്യായീകരണങ്ങൾ. പ്രതി പാർട്ടി പ്രവർത്തകനോ AIMIMന്റെ ഭാരവാഹിയോ അല്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ചൊവ്വാഴ്ച, അതായത് കഴിഞ്ഞ ദിവസം പോലീസ് അയാസിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഉസർ ഖാൻ ഉൾപ്പെടെ 3 പ്രതികളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. അയസും ഉസർ എന്ന ആളും തങ്ങളുടെ കുറ്റകൃത്യങ്ങൾ സമ്മതിച്ചതായി റിപ്പോർട്ടുണ്ട്. അയാസിന്റെ മൊബൈൽ ഫോണും പോലീസ് പിടിച്ചെടുത്ത് തെളിവിനായി പരിശോധിക്കുകയാണ്. പ്രതി ആ വീഡിയോകൾ തന്റെ സർക്കിളിൽ പങ്കിട്ടിട്ടുണ്ടോ എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.